വെൽക്കം ടു റാണാസ് വ്ലോഗ്. എങ്ങനെയാണ് ഫോണ്ടന്റ് ഷേപ്സുകൾ സിലിക്കോൺ മോൾഡിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ആദ്യം തന്നെ ഫോണ്ടൻറ്റിൽ കുറച്ച് CMC പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. തീം കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രോപ്പ് ഓറഞ്ച് കളറും ഒരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് കോൺഫ്ലോറും കൂടെ സ്പ്രെഡ് ചെയ്ത് കുഴച്ചെടുക്കാം. ഫോണ്ടൻറ്റിൽ എങ്ങനെ CMC പൗഡർ മിക്സ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ട എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം 1 ഡ്രോപ്പ് ബ്രൗൺ കളറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഫോണ്ടൻറ്റിൽ നന്നായിട്ട് കളർ മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് സിലിക്കോൺ മോൾഡ്. സിലിക്കോൺ മോൾഡിൽ ഫോണ്ടൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അത്രയും ഫ്ലെക്സിബിളാണ് ഈ ഒരു സിലിക്കോൺ മോൾഡ് എന്ന് പറയുന്നത്. റേറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഫോണ്ടൻറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ ഇതേ ഷേപ്പിൽ കിട്ടും. ഏത് ഷേപ്പാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ച് കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്ത ശേഷം സിലിക്കോൺ മോൾഡിനെ ഒന്ന് കമിഴ്ത്തി കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ കോൺഫ്ലോർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കോൺഫ്ലോർ കട്ടിയായി നിൽക്കുന്നത് കാണാം. ഫോണ്ടൻറ്റിൽ നിന്ന് ആവശ്യമായ ഒരു പീസ് ഫോണ്ടൻ്റ് എടുത്ത് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നല്ല സ്മൂത്ത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം എന്ന് പറയുന്നത്. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഇതിനെ വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്കി വരുന്ന ഈ ഫോണ്ടൻ്റ് ഇതുപോലെ കളയുക. ഇതുപോലെ എല്ലാ ഷേപ്സുകളും ഉണ്ടാക്കിയെടുക്കുക.
മിനിറ്റിന് ശേഷം തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഒരു എയർ ടൈറ്റ് പാത്രത്തിൽ കുറച്ച് കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്ത ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇതിനെ എടുത്ത് സെറ്റ് ചെയ്യാം കേക്കിൽ. ഇത് ഞാൻ ഫോണ്ടന്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രഷാണ്. അതുപോലെ ഇതാണ് ഡസ്റ്റ് പൗഡർ. ഈ ഗോൾഡ് ഡസ്റ്റ് പൗഡറാണ് ഞാനിവിടെ ഒന്നിന് കൊടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ ഹോസിന് ഗോൾഡ് കളർ കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡ് കളർ നേരിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൽ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം റെഡിയായി. ഇനി ഇത് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നേരിട്ട് ക്രീമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ഉപയോഗപ്രദമായ വീഡിയോയുമായി റഹ്നാസ് വ്ലോഗ് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.